പേടിത്തൊണ്ടനാണ് ഡോണൂട്ടൻ, വെറും പേടിത്തൊണ്ടൻ. ഗായ്സ്, നമ്മൾ ഇന്ന് മൂകാംബിക പോവാണ്. ഫാമിലി ആയിട്ടാണ് പോണത്. ഓനെ കൊണ്ടുപോകുന്നില്ല, ഓനെ ഏടിയാക്കാൻ അവർ സമ്മതിക്കുന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഓനവിടെ കൂട്ടിൽ തന്നെ ആക്കുകയാണ്. അച്ഛൻ്റെ ഫാമിലിയിൽ എൻ്റെ കസിൻ്റെ അച്ഛൻ വന്നിട്ട് അതിന് ഫുഡൊക്കെ കൊടുക്കും. അതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല ഓനവിടെ വെക്കാൻ ഒറ്റയ്ക്ക്. പക്ഷെ എന്ത് ചെയ്യാനാ, സാഹചര്യം ഇതായിപ്പോയി. സോ നമുക്ക് ഇനി കസിൻസിൻ്റെയൊക്കെ അടുത്തെത്തിയിട്ട് ബാക്കി വീഡിയോ കാണാം. ഗായ്സ്, അപ്പം നമ്മൾ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. കാറ് തിരിച്ചു വെച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോണ രണ്ടാൾക്കാർ, എൻ്റെ പൂച്ച. എന്തായാലും ഞാൻ എൻ്റെ പൂച്ചനെ മിസ് ചെയ്യും. എനിക്ക് അവനവിടെ ഒറ്റയ്ക്കിട്ട് പോകണതിന് നല്ല സങ്കടമുണ്ട്. അവന് മനസ്സിലായിട്ട് ഞങ്ങൾ എവിടെയോ പോവുകയാണെന്നുള്ളത്. അത് അവൻ്റെ ഫേസിൽ നല്ല വൃത്തിക്ക് കാണാനും ഉണ്ട്. ഇങ്ങനെ ഒരുങ്ങി കളിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കാറെടുത്ത് പോയിട്ട് കുറച്ചും കൂടെ അങ്ങ് പോയാൽ കസിൻസിൻ്റെ ഒക്കെ വീടാണ്. എല്ലാവരും ഓരോ കാറെടുത്തിട്ട് ഓരോ ഫാമിലി ആയിട്ട് വരും. ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവും. 6:15 ട്രെയിൻ വരുന്നത്. 6:15 ഇവിടുന്ന് ട്രെയിൻ കയറിയിട്ട് ഞങ്ങൾ അവിടെ ഒരു 1:15, ഈ അച്ഛൻ കൊണ്ട് ഇടങ്ങൂറ്, 1:15 മൂകാംബിക എത്തും. ട്രെയിന് ഡിലേ ഇല്ലെങ്കിൽ, ഡിലേ ഉണ്ടോ, ഞാൻ അവിടെ പോയി പട്ടി പോസ്റ്റ് ആവണോ, എൻ്റെ ഒരു രാശിയൊക്കെ വെച്ചിട്ട് എപ്പോഴും 1, 2, 3, 4 മണിക്കൂറൊക്കെ പോസ്റ്റ് ആവലാണ് പതിവ്. സോ പോസ്റ്റ് ആവില്ല വിചാരിക്കുന്നത്. പിന്നെ അമ്പല ട്രിപ്പാണ്, വലിയ വൈബോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്നാലും കസിൻസിനെ വെച്ച് എങ്ങനെയൊക്കെ വൈബാക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോണത്. ഫസ്റ്റ് ഡേ മൂകാംബിക, സെക്കൻഡ് ഡേ കുടജാത്രി ട്രക്കിങ്. ആ ഒരു സാധനം ഉള്ളത് കൊണ്ടാണ് പിന്നെയും ഞാൻ ഓക്കെ എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊക്കെ എന്തെങ്കിലും കാരണം സ്കിപ്പ് അടിച്ചിട്ടേനെ. പിന്നെ സൺഡേ ഈവനിങ് റിട്ടേൺ എത്തും. സോ പോണ വഴിയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുക. ബാഗെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി വീട്ടുകാരിറങ്ങിയാൽ മാത്രം മതി. അപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ അല്ലെങ്കിൽ കസിൻസിൻ്റെ അടുത്ത് എത്തിയിട്ടോ ബാക്കി വീഡിയോ കാണാം. ലഗേജൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇത് ഈ വലിയ ബാഗിൻ്റെതാ, ഇത് അച്ഛൻ്റെ, ഇത് അമ്മയുടെ. അമ്മ വീടോടൊക്കെ എടുത്തു പോവുക. നമ്മളെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അമ്മ ഇറങ്ങിയാൽ നമ്മൾ ഇവിടെ നിന്ന് പോവും. എൻ്റെ കുഞ്ഞുമണീനെ മിസ് ചെയ്യുമല്ലോ, എൻ്റെ ഷുട്ടുമണീനെ. എൻ്റെ ഒരു ഷുട്ടുമണി ഇതാ, എൻ്റെ ഒരു ഷുട്ടുമണി വേറെ എവിടെയുണ്ട്. ബായ്. എൻ്റെ കണ്ണ് നിങ്ങൾ കാണുന്നുണ്ടോ? അതിൻ്റെ സങ്കടം അതിൻ്റെ മനസ്സിലായിട്ടുണ്ട് നമ്മളൊന്ന് പോവുക എന്നുള്ള കാര്യം. എൻ്റെ ഫേസിൽ കറക്റ്റാണ്. ബായ് പൊന്നെ. ചാച്ചാ, ചേച്ചി പോയി വരട്ടോ. ഉള്ളിപ്പറുക്കി അമ്മേനെ ഞങ്ങൾ കാറിലെത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അച്ഛൻ എന്താ പറയാനുള്ളത്? അച്ഛാ, 2 വാക്ക് പറ എന്റെ യൂട്യൂബ് ഫാമിലിനോട്. അത് നിങ്ങളോടല്ലേ പറയണ്ടേ? അച്ഛാ, സന്തോഷത്തോടെ പോവാണ്. ഒരു ചെറിയൊരു ടൂറ് പോവാണ്. ഒരു ക്ഷേത്ര ദർശനത്തിന് പോവുകയാണ്. അതുകൊണ്ട് സുഖമായിട്ട് പോയിട്ട് വരട്ടെ. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. ബൈ. നമ്മൾ പോണേന്റെ അടുത്ത് നമുക്കൊരു ബിസിനസ് മാനെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പോവുക കുട്ടേട്ടാ. ഹാപ്പി ജേർണി പറയൂ. താങ്ക് യു. എനിക്കല്ലേ. അപ്പൊ നമ്മൾ പോയിച്ചും വരാം. അപ്പൊ നമ്മളെല്ലാരും പുറപ്പെടുകയാണ്. അമ്മായി, ഞങ്ങൾ ട്രിപ്പ് പോവാണ് ഗായ്സ്. അമ്പല ട്രിപ്പാണെന്നേ ഉള്ളൂ. വണ്ടിയൊക്കെ റെഡിയാണ്. ഇനി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ബാക്കി വീഡിയോസ്. ഗായ്സ്, അപ്പോൾ നമ്മൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇതാ ഊളംപാറയ്ക്ക് പോണ വഴിക്ക് ഊളംപാറയിൽ ഇറക്കാനുള്ളത് അവരൊക്കെ.
അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ബാക്കി കാര്യങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് തീരുമാനിക്കാം. ഞാൻ കുറച്ച് സിക്കിന്ദറായി പോയി, എൻ്റെ ചെരുപ്പ് ഇതായിപ്പോയി. ഞാൻ പറയട്ടെ, അവിടെ മലയിന്ന് ഒഴുകണ വെള്ളം ഇരിക്കുന്നു പറഞ്ഞു. മഴ പെയ്താൽ ചളി വെള്ളം ഇരിക്കുന്നു. അതൊക്കെ എടുത്തോ. സിക്കിന്ദർ ആവാൻ വിചാരിച്ചതായിരുന്നു ഞാൻ, പക്ഷെ എന്ത് ചെയ്യാനാ ഗൈസ്. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് എന്തെങ്കിലും സ്ലിപ്പർ വാങ്ങാൻ പറ്റുമോ നോക്കാം. നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തു. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോവാം. അവരെല്ലാവരും അവിടെ ഉള്ളത്. നമുക്ക് പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് കാണാം. ബൈ. 55 കാണിക്കുന്നത്. ഇപ്പൊ നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അല്ലേ? നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിന് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ട്രെയിനിൽ കയറാൻ പോവാണ്. ഇനി എല്ലാവരും ഉണ്ട്. നമ്മളിനി മാംഗ്ലൂർ എത്തിയിട്ട് കാണാം. ബൈ ഗൈസ്. ട്രെയിൻ ഫുഡ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളെ കടയിൽ തന്നെ, നമ്മുടെ നാട്ടിലെ കടയിൽ തന്നെ വാങ്ങിച്ച ഫുഡാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഒരാൾ ബിഗ് ബോസ് കാണും. നമ്മളിപ്പം മംഗലാപുരം എത്തി. ഒരു ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടാണ്. പാറമ്മ അപ്പം ഇവിടെ ട്രെയിന് പിടിച്ചിട്ട് എന്തിനാന്ന് ആർക്കും അറിയില്ല. ട്രെയിനിന്റെ ഉള്ളിൽ പോയിരിക്കാൻ അത് ശരിയാണ് ഗൈസ്. പൂവാലരായിട്ട് ഗൈസ് ഞങ്ങളെ ഇടയിൽ വന്ന് ശല്യം ചെയ്യാണ്. ഞങ്ങളിപ്പോൾ പല്ലിക്കിട്ടതാണ്. അതെ, അനാഥനാട് പാവം തോന്നി ഞങ്ങൾ കൂട്ടിയതാണ്. കരയായിരുന്നു. 10 രൂപ തരുമോ ചോദിച്ചു. നമ്മൾ ഇറങ്ങിയത് ഒരു കാട്ടിലുള്ള സ്റ്റേഷനിലാണ്. ലിറ്ററലി കാടാണ്. നമ്മൾ രാവിലെ എണീച്ചു. ഇതായിരുന്നു ഞങ്ങൾ കിടക്കുന്ന റൂം. ഇതൊരു കടവിലെ ഇതാണ് ഞങ്ങൾ ഇന്നലെ കിടന്ന റൂം. ഇത് ഇന്നലെ രാത്രി 2 മണിക്കൊക്കെ എത്തിയിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും സമയമില്ലായിരുന്നു. മാമനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ അമ്പലത്തിലേക്ക് പോവുക അല്ലേ മാമ? നെഞ്ചേരിയുടെ OTD കാണിക്ക് ഒടുന്നിട്ട്. അവിടെ എല്ലാവരും സെറ്റായിട്ടുണ്ട്. നമ്മൾ സെറ്റാവണം. മിന്നു ചേച്ചീൻ്റെ OTD ഇതാണ്. സിമ്പിൾ ആൻഡ് മിനിമൽ. ഇനി എൻ്റെ OTD. അപ്പം ഗൈസ്, നമ്മൾ ഇനി ഇവിടുന്ന് മൂകാംബികയിലേക്ക് എങ്ങനെ പോകണമെന്ന് മരംകൊത്തി പോലെ നിൽക്കാതെ പറ. എങ്ങനെ പോകണം എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നടക്കാനാണെങ്കിൽ കുറേ ദൂരമുണ്ട്. വണ്ടിയിൽ പോകണോ ഒന്നും തീരുമാനമായില്ല. എല്ലാവരും ഇവിടെ ഉണ്ട്. മാമ എന്നെ കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. അപ്പം നമുക്ക് ബാക്കി വീഡിയോ പോണ വഴിക്ക് കാണിക്കാം. ഇതാണ് താരാബിന്ദു. താരാപദം. എന്റെ കുടുംബക്കാരുണ്ട് അവിടെ എടുക്കാൻ കേട്ടാ. ഗൈസ്, ഒരു മയിലിനെ കണ്ടു നമ്മള്.
ഗൈസ് നമ്മളങ്ങനെ അമ്പലത്തിൽ തൊഴുതു കഴിഞ്ഞ് ഭയങ്കര റഷ് ആയിരുന്നു. എത്ര മണിക്കൂർ നമ്മൾ 2 hours നിന്ന് ഇവരൊക്കെ ഇപ്പോഴും ജിൽ ജില്ല നമുക്ക് കണ്ടാലറിയാം ജിൽ ജില്ലാന്ന്. ഞങ്ങളിപ്പോ തല ഇറങ്ങി വീഴും ഗൈസ്. അയ്യോ. അപ്പം ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അതിന് ഇവരൊക്കെ ആൾക്കാരെല്ലാം സെറ്റ് ആയാൽ നമ്മൾ പോകും. ഓക്കെ ബൈ. നമ്മളിവിടെ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു കൊച്ചിനെ കണ്ടിട്ടോ. എൻ്റെ അമ്മ ദാ അവിടെ ഇവിടെ ഇരുന്നിട്ട് എൻ്റെ അമ്മ വർക്ക് ചെയ്യാണ്. ഇവനവിടെ ഇരുത്തിക്കാണ്. ഇവനൊരു പ്രശ്നമില്ല. ആശാൻ കൂളായിട്ടിരുന്ന് ഓരോന്ന് ചെയ്യുക. ഇവിടെ മാമൻ അവനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും ഒന്നൊരു കുഴപ്പമില്ല. നെയിം ഹേയോ. ഹലോ ഹായ് പറ.